വനിതാ ഏകദിന ലോകകപ്പ് മത്സരങ്ങൾക്ക് ബംഗളൂരുവിന് പകരം തിരുവനന്തപുരം വേദിയായി പരിഗണിക്കുന്നു. ചിന്നസ്വാമി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബംഗളൂരുവിലെ മത്സരങ്ങൾ മാറ്റുന്നത്. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അന്തിമ തീരുമാനമെടുക്കേണ്ടത് ICC ആണെന്നും KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് 24-നോട് പറഞ്ഞു. അനിൽ വാസുദേവ് വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. അനിൽ, മത്സരം തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള സാധ്യത ചർച്ചകൾ നടക്കുകയാണെന്നറിയാം, എങ്കിലും അതിൽ ഒരു പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ അനിൽ വാസുദേവ്? തീർച്ചയായും കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശവും സന്തോഷവും നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ കേരളത്തെ കാര്യവട്ടം സ്പോർട്സ് സബ് സ്റ്റേഡിയത്തെ ഈ ലോകകപ്പ് വേദിയായി പരിഗണിച്ചിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ പിന്നീട് തള്ളിപ്പോവുകയായിരുന്നു. അതിൽ വലിയ നിരാശയായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ബംഗളൂരുവിലാണ് ഫൈനൽ അടക്കമുള്ള പ്രധാന മത്സരങ്ങളൊക്കെ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ IPL വിജയാഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന ആ ഒത്തുചേർന്നലൊക്കെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഉണ്ടായ ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അവിടെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനൊക്കെ തന്നെ വലിയ നിയന്ത്രണങ്ങളുണ്ട്. ആ പശ്ചാത്തലത്തിൽ ബംഗളൂരുവിലെ മത്സരങ്ങളൊക്കെ തന്നെ മാറ്റാനാണ് ഇപ്പോൾ BCCI തീരുമാനിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം എന്ന തരത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ വേദിയായി പരിഗണിക്കുന്നത്. 5 മത്സരങ്ങളെങ്കിലും നമുക്ക് കിട്ടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നമ്മൾ KCA പ്രസിഡന്റ് ജയേഷ് ജോർജുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനായിട്ടില്ല. കാര്യങ്ങളൊക്കെ അന്തിമ തീരുമാനം പറയേണ്ടത് ICC ആണ്. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും സന്തോഷിക്കാനുള്ള വകയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം 5 മത്സരങ്ങളെങ്കിലും കേരളത്തിന് കിട്ടും. ഇതിൽ 2 സന്നാഹ മത്സരങ്ങളും 3 ലോകകപ്പിലെ 3 മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിലൊന്ന് സെമി ഫൈനൽ ആയിരിക്കും എന്നുള്ള ഒരു വിവരമുണ്ട്. ഇന്ത്യയുടെ അടക്കം മത്സരങ്ങൾ ഇവിടെ നടക്കുമെന്നെങ്കിൽ ഇന്ത്യക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. ഒരിക്കൽ കൈവിട്ട ആ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ആ കൈവിട്ട സന്തോഷം തിരിച്ചു കിട്ടുമ്പോൾ കൂടുതൽ ഇരട്ടിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും കേരള ക്രിക്കറ്റ് ലീഗിന് വേണ്ടി ഇപ്പോൾ സ്റ്റേഡിയം എല്ലാവിധ ഒരുക്കങ്ങളും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പുതിയ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ഒപ്പം തന്നെ പുതിയ പിച്ചുകളൊക്കെ തന്നെ ഒരുക്കിയതിൻ്റെ ഒക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിലാണ് സ്റ്റേഡിയം പരിപാലിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ 2020 മത്സരങ്ങളും ഏകദിന മത്സരങ്ങളും ഒക്കെ തന്നെ സംഘടിപ്പിച്ചപ്പോൾ ഈ വേദിയുടെ മേന്മ എല്ലാവരും തിരിച്ചതാണ്. ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം അടക്കമുള്ളവ പെട്ടെന്ന് തന്നെ മഴ പെയ്താലും ഉടൻ തന്നെ അത് മത്സരത്തിന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഈ പിച്ചും ഔട്ട്ഫീൽഡും ഒക്കെ തന്നെ ആ തരത്തിൽ സാധിച്ചു. നമ്മൾ വലിയ രീതിയിൽ കയ്യടി നേടിയതാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ വേദിയായി പരിഗണിക്കുന്നത്. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടത് ICCയിൽ നിന്നാണ്, BCCIയിൽ നിന്നാണ്. ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ലോകകപ്പ് ആവേശം ഇന്ത്യയിലേക്ക് വരുന്നു, തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. സെപ്റ്റംബർ 30-നാണ് മത്സരങ്ങൾ തുടങ്ങുന്നത്. അതിന് മുന്നോടിയായി 2 സന്നാഹ മത്സരങ്ങളും അതിനുശേഷം നടക്കുന്ന ഇന്ത്യയുടെ ഒരു മത്സരം അടക്കം സെമി ഫൈനൽ അടക്കമുള്ള മത്സരങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ സന്തോഷം, കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അല്ല, ഇതൊരു പ്രാഥമികമായ ആലോചന മാത്രമല്ല, വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തിൽ ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചിന്നസ്വാമി ദുരന്തം, അതിൻ്റെ ആഘാതം, പിന്നീട് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ, വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ അവിടെ വീണ്ടും ഒരു മത്സരം വേണ്ട എന്നുള്ളത് വളരെ ഗൗരവത്തിൽ തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഹാപ്പിയാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള വിലയിരുത്തലും പൊതുവെയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ വലിയ സാധ്യത കൽപ്പിക്കാവുന്ന തരത്തിലേക്കോ ഒക്കെ കാര്യവട്ടം വേദിയാകുമെന്നതിൽ ആ തരത്തിലാണ് ചർച്ചകൾ എന്ന് ഒരു ശുഭപ്രതീക്ഷ വെച്ച് പുലർത്താമെന്ന് തോന്നുന്നു അനിലല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഏറെക്കുറെ ഒരു 95% എങ്കിലും കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് വേദി അനുവദിക്കുന്നത് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ബംഗളൂരുവിൽ അടുത്തിടെ ഒരു കൺസേർട്ട് പോലും സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള അനുവാദം സർക്കാർ നൽകിയിട്ടില്ല. നമുക്കറിയാവുന്നതാണ്, IPL വിജയാഘോഷത്തിൻ്റെ ഭാഗമായി വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടുകയും അവിടെ വലിയൊരു അപകടം ഉണ്ടാവുകയും ആളുകൾ മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിൽ പിന്നെ ഇനി വേൾഡ് കപ്പിന് അന്നല്ല, മറ്റ് അടുത്ത IPL-ന് പോലും ഈ ബംഗളൂരു സ്റ്റേഡിയത്തെ പരിഗണിക്കണോ എന്ന തരത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും ആ വിഷയത്തിൽ അന്വേഷണം നടക്കുകയാണ്, പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ്, അതിൻ്റെ കേസ് നടക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ബംഗളൂരുവിന് യാതൊരു സാധ്യതകളും ഈ ഘട്ടത്തിൽ വേണ്ട എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടുകൂടി നമുക്ക് അവസരം കിട്ടാനാണ് സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ തവണ ലോകകപ്പ് നടക്കുന്നതിൽ ഒരു വേദിയുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് പാകിസ്ഥാന് ഇന്ത്യയിൽ വന്ന് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലാണ് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഇവിടെ വന്ന് സെമിയെ ഏതെങ്കിലും ഒരു മത്സരത്തിലേക്ക് അവർക്ക് മത്സരിക്കേണ്ടി വന്നാൽ അവർക്ക് കൂടി അങ്ങനെ ആ തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ടീമിനെ പെട്ടെന്ന് അവരായിട്ട് ഓപ്പോസിറ്റ് കളിക്കുന്ന ഒരു ടീമിനെ ഇവിടെ വന്ന് കളിക്കുന്ന അങ്ങനെ ഒരു കൂടുതൽ അല്ലെങ്കിൽ ആ ദൂരപരിധി കൂടി കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് തിരുവനന്തപുരത്തെ ഇപ്പോൾ വേദിയായി പരിഗണിക്കുന്നത്. ശരി, വനിതാ ഏകദിന ലോക മത്സരങ്ങൾക്ക് ബംഗളൂരുവിന് പകരം തിരുവനന്തപുരത്തെ വേദിയായി സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അനിൽ വാസുദേവ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.